കം കം. ആ, ഞാൻ നോക്കിക്കോളാം. ആർ യു ഓൾ റൈറ്റ്? എന്താ റെയ്ഡിൻ്റെ ടെൻഷനാണോ? നടന്നതെല്ലാം നല്ലതല്ലേ? ഇതേ നോക്കും മോനെ, നമ്മുടെ പ്രോഡക്റ്റിന് ഒരു കുഴപ്പമില്ല എന്ന് ഗവൺമെൻറ് തന്നെ സർട്ടിഫൈ ചെയ്ത് തന്നില്ലേ? അതായത് കോടിക്കണക്കിന് രൂപ മുടക്കിയാലും ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കിട്ടില്ല. കഴിക്കും മോനെ, കഴിക്കേ. എന്താണ് ഡള്ളായിരിക്കുന്നത്? ദിനേശുമായിട്ടുള്ള പ്രോബ്ലം ആണോ? GM എന്നോട് പറഞ്ഞായിരുന്നു. ഐ ആക്ച്വലി വാണ്ടഡ് ടു ടോക്ക് ടു അബൌട്ട് ഇറ്റ്. എനിക്കെന്തോ ദിനേശ് നമ്മുടെ റൈവൽ കമ്പനിക്കെതിരായി സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം. പിന്നെ ആ റഷ്യൻ പെണ്ണും ഇവനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും എനിക്ക് സംശയം. നമ്മുടെ വിമലന്റെ മരണത്തിലും അവന് കൈയുണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. അവനോട് ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? വിമല് ജനിച്ചതും ജീവിച്ചതും നിന്റെ കൂടെ ആയിരിക്കാം. അവൻ എനിക്ക് മകൻ മാത്രമായിരുന്നില്ല. അതുപോലെയാ ഞാൻ അവനെ സ്നേഹിച്ചത്, അല്ലേ? എനിക്കവനെ പിടിച്ചു നിർത്തി വെട്ടിക്കൊല്ലണമെന്ന് തോന്നുന്നു മോനെ. എന്നാൽ ഇങ്ങനെയുള്ള മുൻകോപം കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. വില്ലൊടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അമ്പ ആരെയ്തുവെന്നും ഇതിനെല്ലാം കാരണം ആരാണെന്നും കണ്ടുപിടിക്കണം. അവന്റെ പുറകെ പോകണം. പിന്നാലെ ചെന്നൊരു ചെറിയ തുമ്പെങ്കിലും ഉണ്ടോന്ന് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരണം. അവന്റെ മുഴുവൻ സാമ്രാജ്യവും തകർത്ത് തരിപ്പണമാക്കുകയും വേണം. മനസ്സിലായില്ലേ? ഇത്രയും കാലം ഞാനൊരു മണ്ടനായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എന്താ ഇത്ര അർജന്റ്? നമ്മൾ എവിടേക്കാ ഈ രാവിലെ തന്നെ? എന്താണെന്ന് പിന്നെ പറയാം. വരൂ മോനെ. മോന് സുഖം തന്നെയല്ലേ? ചേട്ടാ, എനിക്കൊരു അത് ആ കാണുന്ന ചാക്കിലല്ലോ. എന്താണ്? വിദേശത്തു നിന്ന് വന്ന കാലിത്തീറ്റയാ. നമ്മുടെ പശുക്കൾക്കായി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാ മോനെ. ഇത് മെഷീനിലിട്ട് അരച്ച് പശുക്കൾക്ക് കൊടുക്കും. ആ കാണുന്ന പശുക്കളൊക്കെ ആകെ ക്ഷീണിച്ച പോലെ ഉണ്ടല്ലോ. വിദേശ ഭക്ഷണമല്ലേ, 50 ലിറ്റർ പാല് തരും. തടിച്ചു കൊഴുത്തായിരിക്കുന്നേ, കാലയിൽ വെയിറ്റ് താങ്ങണ്ടേ. ഒരാഴ്ച മുഴുവൻ തരേണ്ട പാല് 2 ദിവസം കൊണ്ട് തന്നാലോ പശുവിന് രോഗം പിടിച്ച് ചത്തുപോകില്ലേ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പശു ചത്താ പുറത്തേക്ക് കൊണ്ടുപോരുന്ന അച്ഛൻ്റെ ഓർഡർ. ഇവിടെ തന്നെ കുഴിച്ചിടണം. എന്നാ ഓക്കെ, ഞാൻ വരട്ടെ. അതെ മോനെ, ഈ കൊച്ചിനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? രണ്ടുപേരും നന്നായിട്ട് ചേരുന്നുണ്ട്, അതാ. വേണ്ട മോനെ, വേണ്ട. ഞാൻ വരട്ടെ. അങ്ങനെ പറഞ്ഞ ഉടനെ കാശ് കൊടുത്തതാണോ അതോ കാശ് കൊടുത്ത് പറയിച്ചതാണോ? ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വാ. ഐ കാന്റ് ബിലീവ് ദിസ്. നിന്റെ അച്ഛനാ ഇങ്ങനെയൊക്കെ? വിമലിനെ? അഖിൽ, ഈ പെൻഡ്രൈവിനെ കുറിച്ച് തന്നെയാ ഞാൻ നിന്റെ അച്ഛനോട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത്. നിന്നെയും പോലീസിനെയും ഇതൊന്നും ഒരിക്കലും അറിയിക്കരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പിന്നല്ലാതെ ഇതിനെല്ലാം കാരണം തന്നെ അങ്ങേരല്ലേ. ഈ കാലിത്തീറ്റ ഉക്രൈനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയാണ്. ഇറക്കുമതി ചെയ്യുന്നു, അതിലെന്താ തെറ്റ്? ഷിപ്പിംഗ് ഡോക്യുമെന്റിൽ നോ ഫീഡ് എന്നിട്ടിരിക്കുന്നു. എന്ന് വെച്ചാ ഹാർബറിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ചരക്കുകളെ ഹ്യൂമൻ ഫീഡ്, ആനിമൽ ഫീഡ്, നോ ഫീഡ് എന്ന് ഗവൺമെന്റ് തരംതിരിച്ചിട്ടുണ്ട്. ഇത് നോ ഫീഡ്, അതായത് ഭക്ഷ്യവസ്തു അല്ല. മനുഷ്യനോ മൃഗങ്ങൾക്കോ ഇത് കൊടുക്കുന്നത് ഗവൺമെന്റ് തട ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഫെർട്ടിലൈസർ എന്നുള്ള പേരിൽ ഇമ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പശുക്കൾക്ക് കാലിത്തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്റെ അച്ഛൻ. ഇത് കൺഫേം ചെയ്യാനാണ് വോൾഗ ഫാമിൽ വന്ന് ഞങ്ങളെ ഫോട്ടോ എടുത്തത്. അവൾ രഹസ്യമായിട്ട് കളക്ട് ചെയ്ത പാല്, എനർജി ഓൺ സാമ്പിൾസ്, അവൾ ടെസ്റ്റ് ചെയ്ത ലാബ് റിപ്പോർട്ട് ഓക്കെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. റെയ്ഡ് നടക്കുമ്പോൾ പോലും ഒരു തെറ്റൂലെന്ന് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. അതാണ് എനിക്കൊന്നും
മനസ്സിലാവാത്തത്? സീ ദിസ്. ഇതുവരെ എനിക്കെല്ലാം മനസ്സിലായി. ഇതിനുശേഷം എല്ലാം റഷ്യനിലാണ്. Let me see that. ബാഗിലുള്ള അതേ സിമ്പിൾ, വോക്ടാഫാം പ്രോഡക്റ്റ്, ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഫാക്ടറിയിലാ. ഇത് ഏതൊരു ഹെലികോപ്റ്റർ ക്രാഷ്. ഇതും ഉക്വേനിയയിൽ നടന്നതാണ്. ഇതാരാണെന്ന് മനസ്സിലായോ? എന്റെ അച്ഛൻ. ഈ ഫോട്ടോകളെല്ലാം ആരുടെയാണെന്നറിയില്ല. ഈ ഫോട്ടോസും എനർജിയോണും തമ്മിൽ എന്താണ് ബന്ധം? വോൾഗ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനർജിയോൺ അടുത്ത ജനറേഷനെ തന്നെ നശിപ്പിച്ചു കളയും. ഇന്ത്യയിൽ ഒരു ലാബിലും ഇതുവരെ എനർജിയോൺ ഡേഞ്ചറസ് ആണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ നാശം വിതയ്ക്കാൻ പോകുന്ന ആ പ്രോഡക്റ്റിന്റെ ജനനം യുക്വേനിയയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ഉക്വേനിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഖി, യുക്വേനിയയിൽ എന്റെ ക്ലോസ് ഫ്രണ്ട് അശോക് ഉണ്ട്. ഹി വർക്ക്സ് ഇൻ ദി ഇന്ത്യൻ എംബസി. ഞാൻ പറഞ്ഞ എന്തായാലും ഹെൽപ്പ് ചെയ്യും. താങ്ക് യു. Подозрительная пара. ഹായ്. 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 How are you? I'm good. How are you? I'm fine. അശോക്, ഞാൻ പറഞ്ഞില്ലേ, Hi. ഒഫീഷ്യലി ഇന്ത്യൻ എംബസി. അങ്ങോട്ടൊന്നും നോക്കണ്ട. അവോയ്ഡ് ഐ കോണ്ടാക്ട്. ഹായ്, ഐ മേഡ് എ ബുക്കിംഗ് ഫോർ ദം. പാസ്പോർട്ട് പ്ലീസ്. Sure. Okay. Thank you. Your room, please. Thanks. Welcome. Just one room is enough. എനിക്ക് നിന്നെ വിശ്വാസാ. Really? Thank you. വെൽക്കം. അത് ബഡ്ജറ്റ് സർ, ബഡ്ജറ്റ് നോക്കണ്ടേ? ശരി ശരി ശരി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മോനെ. താങ്ക് യു. താങ്ക് യു. Okay. താങ്ക് യു. Have a nice day. നിങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് വരും. ഞാൻ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാം. ഷുവർ. Yeah. കം. സോവിയറ്റ് റഷ്യ പിരിഞ്ഞ് 15 രാജ്യങ്ങളായി. അതിലൊന്നാണ് ഈ യുക്വേനിയ. USSR ആയിരുന്നപ്പോൾ മറച്ചു വെച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ മിലിറ്ററി റൂളാ. ആരെങ്കിലും എതിർത്താൽ അവരുടെ ജീവൻ നഷ്ടപ്പെടും. ഞങ്ങൾ ഇമെയിൽ ചെയ്ത ഫോട്ടോയിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? തീർച്ചയായും. USSR പിരിഞ്ഞതിനു ശേഷം 1992 ബാഴ്സലോണ വേൾഡ് ഗെയിംസിൽ എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് യൂണിഫൈഡ് ടീം എന്ന പേരിൽ വലിയ വിജയം കരസ്ഥമാക്കിയിരുന്നു. ഈ കാണുന്നവരെല്ലാം അന്ന് ഉക്രൈനിയയിൽ നിന്ന് പോയി മത്സരിച്ച് വിജയം നേടിയവരാണ്. 10 വർഷത്തിനു ശേഷം ഈ 39 അത്ലറ്റ്സും ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയി. അത്ലറ്റ്സ് എത്ര പേര് മരിച്ചെന്നാ പറഞ്ഞത്? 39. ഞങ്ങളുടെ ആർക്കൈവ്സ് എടുത്ത പഴയ ന്യൂസ് പേപ്പറാണ് ഇത്. ഇത് വോൾഗയുടെ പെൻഡ്രൈവിൽ നിന്ന് എടുത്ത ഫോട്ടോസാ. 45 അത്ലീറ്റ്സ് ഈ ലിസ്റ്റിലുണ്ട്. 39 പേര് ഈ ക്രാഷിൽ മരിച്ചു. അപ്പൊ ബാക്കി 6 പേരും ഇപ്പൊ ജീവനോടുണ്ടാവൂല്ലേ? അവരെ കണ്ട് സംസാരിക്കാൻ പറ്റിയ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. അവരുടെയൊക്കെ അഡ്രസ് കിട്ടാൻ എന്തെങ്കിലും മാർഗം? ഐ വിൽ ട്രൈ ത്രൂ മൈ സോഴ്സ്. താങ്ക്സ്. ഇതാണ് നിങ്ങൾ ചോദിച്ച മറ്റൊരു ഫോട്ടോ. ഇദ്ദേഹമാണ് നിക്കോസ്റ്റ്, അത്ലറ്റുകളുടെ ന്യൂട്രീഷൻ ഡോക്ടർ. ഇദ്ദേഹവും ആ എയർ ക്രാഷിൽ മരണപ്പെട്ടു. മറ്റുള്ളവരെല്ലാം ആരാണെന്ന് എനിക്കറിയില്ല. സർ, ഈ ഫോട്ടോയിലുള്ള ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യാം. അഗൈൻ, ഞാൻ കൗൺസിലേറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഫാക്ടറിയിലേക്കൊന്നും വരുന്നത് അത്ര ശരിയല്ല. പെട്ടെന്ന് തന്നെ ഈ 6 അഡ്രസ്സും ഞാൻ ട്രേസ് ചെയ്യാം. നിങ്ങളുടെ ജോലി കഴിഞ്ഞതും നമുക്ക് കാണാം. ഓക്കെ സർ. ഇവരുടെ MD കാണണമെന്ന് പറയും. നീ വരുന്നതിനെ പറ്റി നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാനിവിടെ വരുന്ന കാര്യം എന്റെ അച്ഛനെ പോലും അറിയില്ല. അദ്ദേഹം നമ്മളെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കാൻ ഭാര്യയോട് പറയുക. അയാൾ ഭാര്യയ്ക്ക് കൊടുത്തതാ. എനിക്കാന്നാ വിചാരിച്ചത്. നിന്റെ അച്ഛന്റെ ഫ്രണ്ട്ഷിപ്പിനെ അദ്ദേഹം ബഹുമാനിക്കുന്നുവെന്ന്. ഓഹോ, ബഹുമാനമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ കാലിത്തീറ്റ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തിനാ ഫെർട്ടിലൈസർ എന്നുള്ള കള്ളപ്പേരിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഇതെല്ലാം നിന്റെ അച്ഛനോട് ചോദിക്കാനാ പറയുന്നത്. വെയിറ്റ്, ഈ ഫോട്ടോ ഓർമ്മയുണ്ടോ? ഇത് നിങ്ങളല്ലേ? ഈ ഫോട്ടോ നിനക്ക് എവിടുന്നാ കിട്ടിയേ? ഈ ഫോട്ടോയിലുള്ള നിക്വസ്റ്റിനും നിങ്ങൾക്കും എന്താണ് കണക്ഷൻ? അയാൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്. വോൾഗ എന്നൊരു ജേർണലിസ്റ്റ് നിങ്ങളെ കാണാൻ വന്നില്ലേ? അവളെ ഓർമ്മയുണ്ടോ? അയാൾക്കാരെ അറിയില്ലെന്ന്. അയാളുടെ വീട്ടിലെ ഭക്ഷണം ക്യാൻസലായി, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾ പോയേക്കാം.
കോഫി ഷോപ്പിലേക്ക് പോകാൻ പറ. Hey, he's already there. You are absolutely right, Akhilesh. ആ 6 പേര് ക്രാഷായ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. Yeah? കൗൺസിലേറ്റിലുള്ള ഇന്റലിജന്റ് വഴി ആ 6 പേരുടെയും അഡ്രസ്സ് ശേഖരിച്ചിട്ടുണ്ട്. ഹലോ, ഹൗ കാൻ ഐ ഹെൽപ് യു? എല്ലാ അഡ്രസ്സും വളരെ പെട്ടെന്ന് ഒപ്പിച്ചല്ലോ സർ. അഖിലേഷ് രാമചന്ദ്രൻ. യാ. ആര്? ഇവിടെ ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ? ഹലോ, ഫ്രാൻസിന് ടൂർ പോകാന്ന് പറഞ്ഞിട്ട് നീ യുക്രൈനിൽ എന്ത് ചെയ്യാടാ? അതോ അച്ഛന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയാ വന്നത്. റോണോങ്കിന് എന്തിനാ പോയി കണ്ടേ? അവൻ്റെ അടുത്ത് പോയി കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? അച്ഛനല്ല എനിക്ക് ക്ലാസ് എടുത്തത്. വില്ലൊടിക്കുന്നത് വലിയ വിഷയമല്ല, അമ്പ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും ഇതിനെല്ലാം ആരാണ് കാരണം, പുറകെ നിന്ന് പ്രലോഭിപ്പിക്കുന്ന ദ്രോഹി ആരാണെന്ന് കണ്ടുപിടിച്ച് അവന്റെ സാമ്രാജ്യം വേരോടെ നശിപ്പിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? സോ യു ബിക്കം റിയലി സ്മാർട്ട്. ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്നത് നമുക്ക് നല്ലതെന്ന് ഓർത്തു. കാരണം ഇനി നീയെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഓ, ഇവിടേക്ക് ഉടനെ തിരിച്ചു വരണം. വരാം, എല്ലാം അറിഞ്ഞിട്ട് വരാം. ദിനേശ്. അഖിലേഷ്, ആരായിരുന്നു ഫോണിൽ? മൈ ഡാഡി. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലുള്ളത് നിങ്ങളുടെ അച്ഛൻ എങ്ങനെ അറിഞ്ഞത്? നോ ഐഡിയ സർ. ലെറ്റ്സ് ഗോ. നിങ്ങളോട് വെയിറ്റ് ചെയ്യേ, ഞാൻ കാർ എടുത്തോണ്ട് വരാം. ഓക്കെ. നിന്റെ അച്ഛൻ ഈ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? അറിയില്ല. ഹേയ്, ദാ ഉണ്ടല്ലോ നമ്പർ. ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഓ, ഇവിടെയാണല്ലേ. Полиция! Ну, чё он к нам там пошел? Чё от полицейского мой? Yeah, that grey one. About that car? It's a beautiful car. I really like it. What brand? It's imported from America. Okay. Americans cleverly broke our communism and now they dump. Давай, на газ! Полиция! ഓടുന്ന കണ്ടില്ലേ? ഇറ്റ്സ് ബിക്കമിങ് വെരി സെൻസിറ്റീവ്. നിങ്ങളും കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നുമില്ല. അഗേ, ഞാൻ കൗൺസിലേറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഫാക്ടറിയിലേക്കൊന്നും വരുന്ന അത്ര ശരി. നോ നീഡ് അശോക് സർ. സീരിയസ്ലി, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഒരു GPS ഉള്ള റെന്റ് കാർ അറേഞ്ച് ചെയ്ത് തന്നാ ഞങ്ങൾ മാനേജ് ചെയ്യാം. അത് ചെയ്യാം. കീ കയ്യിലുണ്ടല്ലോ. ഹായ്. ഇതാ ഇപ്പൊ കാര്യം. Oh my god. My bags. What the hell? My money. ഏതോ കള്ളൻ നമ്മുടെ മുറിയിൽ കയറിയിട്ടുണ്ട്. എന്തൊക്കെയാ പോയെന്നറിയില്ല. കാക്കാൻ വരുന്നവൻ ഇതൊന്നും ഇങ്ങനെ വിതറിയിട്ടില്ല. യാ, അവിടെ നോക്ക്. നിന്റെ കറൻസി, ജുവൽസ് ഒന്നും തൊടാതെ എനർജി ഓൺ പാക്കറ്റ് மட்டும் എടുത്തിട്ട് പോയിരിക്കുന്നു. എനർജി ഓണോ? യാ, ഇനി ഈ റൂമിൽ താമസിക്കണ്ട. ലെറ്റ്സ് ലീവ്. ഇതൊന്നും അശോകനോട് പറഞ്ഞ് അയാളെ പേടിപ്പിക്കണ്ട. ഓക്കെ, പാക്ക് ചെയ്തോ. അഖിലേഷ്, ഇതാ നിങ്ങൾ ചോദിച്ച റെന്റ് കാർ. അതിലുള്ള GPS നിങ്ങൾക്ക് വേണ്ട അഡ്രസ് എല്ലാം കണ്ടുപിടിക്കും. പെർഫെക്റ്റ്. താങ്ക് യു സർ. സർ, താങ്ക് യു സോ മച്ച്. 2 ദിവസത്തിനുള്ളിൽ വന്നേക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എന്റെ സർ. സ്കാർഫ് നിങ്ങളുടെ കാറിലുണ്ട്. Bye. See you, sir. I'll be right Yeah. back. Hey, I think he is nearing us. You want a pose? Come on. ഇതാണ് മോഹൻലാൽ സ്റ്റൈൽ. ഓക്കെ, എടുത്തോ. He's coming. അയ്യോ, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതിലേക്ക് അങ്ങിട്ടേ. ആ, ഇട്. Keep the city clean. Now you pose for me. Hey, you don't take photos. Just one click. No, hey, no. ഒന്ന് ചിരിക്കുന്നേ. Hey, say cheese. Asking you. ഇത് തുറക്കാൻ പറ്റില്ല. Okay, I got it. Yeah, I got it. Yay. Thanks. Hey, എന്താ ഓടിച്ചിട്ട് കളിക്കാനാ? Where are you going? വാ, ഫുൾ ഫോട്ടോ എടുത്തോട്ടെ. അവിടേക്ക്. Take care. Bye. Thank you, Ashok. Bye. ഓ, നിക്ക്. ആള് സുന്ദരനാണല്ലോ. നിങ്ങളുടെ മാത്രം ക്യാമറ ഉള്ളൂ. ഞാനൊന്ന് എടുത്തോട്ടെ. പാട്ട് വെറുക്കുന്ന പോലെ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്താണ് മുഖത്തൊരു മാറ്റം?